പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് ബൈത്തുൽ മുഖദ്ദസിനെ അഭിമുഖീകരിച്ചാണ് നമസ്കരിച്ചിരുന്നത്. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ എന്ന സ്ഥലത്താണ് ആദ്യം എത്തിയത്. അവിടെ ഏതാനും ദിവസങ്ങൾ താമസിക്കുകയും ഇസ്ലാമിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോഴും ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെയായിരുന്നു. പിന്നീട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഹൃദയഭാഗത്തേക്ക് യാത്ര തുടർന്നു. ഓരോ ഗോത്രക്കാരുടെയും വീടുകൾ കടന്നു പോകുമ്പോൾ ആ ഗോത്രത്തിലെ പ്രമുഖർ തിരുനബിയെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു. ചിലർ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൽ പിടിച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനും ശ്രമിച്ചു. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ അതിനെ വിട്ടേക്കുക, അതിന് അള്ളാഹുവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചിട്ടുണ്ട്. ഒട്ടകം യാത്ര തുടർന്ന് ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീടുകൾക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് മുട്ടുകുത്തി. അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അള്ളാഹ്, ഇവിടെയായിരിക്കും നമ്മുടെ താമസം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വേഗത്തിൽ വന്ന് അവിടുത്തെ യാത്രാ സാമഗ്രികൾ എടുത്തു. അങ്ങനെ പ്രവാചകനെ അതിഥിയായി സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്ത ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ ആവശ്യപ്പെട്ടു. അൻസ്വാരികൾ ആ സ്ഥലം സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വില കൊടുത്ത് മാത്രം വാങ്ങുമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 സ്വർണ്ണ ദീനാർ നൽകി ആ സ്ഥലം വാങ്ങി. അത് ഈന്തപ്പഴം ഉണക്കാനിടുന്ന ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ കുറച്ച് ഉണങ്ങിയ ഈന്തപ്പന മരങ്ങളും പഴയ ചില കബറുകളും മൺകൂനകളും ഉണ്ടായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലം പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരുക്കാൻ അനുചരന്മാരോട് നിർദ്ദേശിച്ചു. മുഹാജിറുകളും അൻസ്വാരികളും ഒത്തുകൂടി പഴയ കബറുകൾ നീക്കം ചെയ്യുകയും ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു മാറ്റി നിലം നിരപ്പാക്കുകയും ചെയ്തു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ അതിരുകൾ അടയാളപ്പെടുത്തി. വടക്ക് നിന്ന് തെക്കോട്ട് 70 മുഴവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 60 മുഴവുമായിരുന്നു അതിൻ്റെ വിസ്തീർണം. 3 മുഴം താഴ്ചയിൽ കുഴികളെടുത്ത് കല്ലുകൾ ഉപയോഗിച്ച് അടിത്തറ കെട്ടി. പള്ളിയുടെ കിഴക്കുഭാഗത്ത് മണ്ണുകൊണ്ട് ഇഷ്ടിക നിർമ്മിച്ച് ഉണക്കിയെടുത്തു. ഈ ഇഷ്ടികകൾ ഉപയോഗിച്ച് പള്ളിയുടെ ചുമരുകൾ നിർമ്മിച്ചു. ചുമരുകൾ നിർമ്മിക്കുന്നതിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പങ്കെടുത്തു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടികകൾ ചുമന്നു. ചില അനുചരന്മാർ ആ ഇഷ്ടികകൾ വാങ്ങാൻ മുന്നോട്ട് വന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിച്ചു. ചുമരുകൾ 5 മുഴം ഉയരത്തിൽ നിർമ്മിച്ചു. കല്ലുകൊണ്ട് വാതിൽപ്പടികൾ ഉണ്ടാക്കി. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നിവിടങ്ങളിൽ 3 വാതിലുകൾ സ്ഥാപിച്ചു. ബാബും ഫിൽ ശർഖ്, ബാബും ഫിൽ ഗർബ്, ബാബും ഫിൽ ജനൂബ്. എന്നാൽ വടക്കേ ഭാഗത്ത് കിബിലയുടെ ദിശ ആയിരുന്നതിനാൽ അവിടെ വാതിൽ തുറന്നില്ല. പള്ളിയുടെ വടക്ക് ഭാഗത്ത് 3 നിരകളിലായി ഈന്തപ്പന തടികൾ സ്ഥാപിച്ചു. ഓരോ നിരയിലും 6 തടികൾ വീതം. ഇവ മേൽക്കൂര താങ്ങി നിർത്തുന്ന തൂണുകളായി വർത്തിച്ചു. അതിനു മുകളിൽ നേരിയ തടികൾ വെച്ച് ഈന്തപ്പന യോലകൾ നിരത്തി. പള്ളിയുടെ തറയിൽ ചെറിയ കല്ലുകളും മണലും വിരിച്ചു. അതിനു മുകളിൽ കളിമണ്ണ് കൊണ്ട് മൂടി. പള്ളിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ആയിഷ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ എന്നിവർക്കായി 2 മുറികൾ നിർമ്മിച്ചു. ഇങ്ങനെ മസ്ജിദുൻ നബവി ആരാധനയുടെയും ഭരണനിർവഹണത്തിൻ്റെയും മുസ്ലിം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൻ്റെയും കേന്ദ്രമായി മാറി. അനുചരന്മാർ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാനും മതകാര്യങ്ങൾ പഠിക്കാനും റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കാനും പള്ളിയിലേക്ക് വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമയം മിക്കവാറും പള്ളിയിൽ ചെലവഴിച്ചു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കുകയും യുദ്ധത്തിനുള്ള പതാകകൾ നൽകുകയും ചെയ്തു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കാൻ കൽപ്പിക്കുകയും എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പള്ളിയിൽ സ്ഥലമില്ലാതായപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലം വാങ്ങാൻ മുസ്ലിങ്ങളോട് നിർദ്ദേശിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അത് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ അനുചരന്മാർ പള്ളിയുടെ വിസ്തീർണം ഇരട്ടിയാക്കുകയും ചുമരുകൾ 7 മുഴം ഉയർത്തുകയും ചെയ്തു. ഇത് കൂടുതൽ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ നിരയുടെ മധ്യഭാഗത്ത് ഒരു ഈന്തപ്പന തടിയെ ചാരി നിന്നാണ് സംസാരിച്ചിരുന്നത്. നിൽപ്പ് നീണ്ടുപോകുമ്പോൾ തങ്ങൾ അതിനെ ആശ്രയിച്ചു. അപ്പോൾ ചില അനുചരന്മാർ തങ്ങൾക്കായി 2 പടികളും ഒരു ഇരിപ്പിടവുമുള്ള ഒരു മിമ്പർ നിർമ്മിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മിമ്പറിൽ കയറിയപ്പോൾ ആ തടിയിൽ നിന്ന് ഒട്ടകത്തിൻ്റേത് പോലുള്ള ഒരു നേരിയ ശബ്ദം കേട്ടതായി അനുചരന്മാർ പറഞ്ഞു. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ തടിയെ തലോടുകയും അത് ശാന്തമാവുകയും ചെയ്തു.
പള്ളിയിൽ ഇരുട്ടുള്ള സമയങ്ങളിൽ ഈന്തപ്പനയോലകൾ കത്തിച്ചാണ് വെളിച്ചം നൽകിയിരുന്നത്. അപ്പോൾ തമീം അദ്ദാരി എന്ന അനുചരൻ ഒരു തടിയിൽ നിന്ന് മറ്റൊരു തടിയിലേക്ക് ഒരു കയറ് കെട്ടി അതിൽ എണ്ണവിളക്കുകൾ തൂക്കിയിട്ടു. അങ്ങനെ അന്നു മുതൽ പള്ളിയിൽ എണ്ണവിളക്കുകൾ കൊണ്ട് പ്രകാശപൂരിതമായി. പ്രത്യേകിച്ച് റമദാനിലെ രാത്രികളിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നവരെ കൊണ്ട് പള്ളി നിറയുമായിരുന്നു. അവർ രാവും പകലും അള്ളാഹുവിനെ സ്മരിച്ചും ഖുർആൻ പാരായണം ചെയ്തും നമസ്കരിച്ചും രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടും സമയം ചിലവഴിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ പള്ളിയിൽ വെച്ചുള്ള ഒരു നമസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള മറ്റു പള്ളികളിൽ വെച്ചുള്ള 1000 നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. പ്രവാചക കാലഘട്ടം മുതൽ ലോകാവസാനം വരെ മസ്ജിദുൻ നബവി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ലക്ഷ്യസ്ഥാനമാണ്. അവിടെ ഒരു നമസ്കാരം നിർവഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എൻ്റെ വീടിനും എൻ്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ ഒരു പൂന്തോട്ടമാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം അവർക്ക് ആശ്വാസം നൽകുന്നു.